കൂട്ടുകാരെ ഓടി വായോ, നമ്മൾ കൂന്തലൂട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. കൂന്തലൂട്ടന്മാരെ നമ്മൾ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഓടി വാ, ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് ഒന്നും പറയരുത്, ഞാനിങ്ങനെയാണ് ഉണ്ടാക്കണത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേപ്പിൻ്റെ ഇല, കുറച്ച് വെള്ളം, ഇത് മിക്സ് ചെയ്തിട്ട് കൂന്തലൂട്ടന്മാരെ നല്ല ചുമന്ന് പെരട്ടി, ചുമന്നല്ല മണാന്ന് പെരട്ടി അങ്ങോട്ട് അരമണിക്കൂർ വിട്ടേക്കാം, അവിടെ വെച്ചേക്കാം. അതിനുശേഷം ചെറിയുള്ളി, സവാള, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഇതെല്ലാം കൂടി നമ്മൾ വഴറ്റി എടുക്കുക. ഒരു ചെറിയൊരു കളറ് മാറണ വരെ വഴച്ചെടുക്കുക. ചെറിയ കളറല്ല, ഞാൻ നല്ലോണം കളർ മാറ്റിയെടുത്ത്, ഇച്ചിരി മൂത്ത് പോയി. അപ്പം അങ്ങനെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യണം, മസാലകൾ ഇടണം. മസാലകൾ അറിയാലോ, ഗരം മസാല, മഞ്ഞപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, മീറ്റ് മസാല, ഈ സാധനങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ദേ ഈ പരുവായി ഇരിപ്പുണ്ട്. ഇതിലേക്ക് നമ്മുടെ കൂന്തലൂട്ടന്മാരെ തലയും നമ്മുടെ ആ കൊമ്പക്കില്ലേ, അതൊക്കെ ഞാൻ നല്ല വൃത്തിയാക്കി കുണുകുണുകുണുകുണുന്നിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ഇടാം. അതിനുശേഷം അത് നല്ലോണം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അതൊന്ന് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നവരെ അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് തേങ്ങ കുടഞ്ഞിടാം. ആ തേങ്ങയും ഒന്ന് മൂത്തതിന് ശേഷം മിക്സ് ചെയ്ത് ഒരു പരുവാക്കി എടുക്കാം. ആ പരുവം നമ്മൾ എന്ത് ചെയ്യണം, ആ പരുവാണ് നമ്മൾ കൂന്തലൂട്ടന്മാരുടെ ഉള്ളിലേക്ക് നിറയ്ക്കേണ്ടത്. അപ്പം നമ്മൾ അരമണിക്കൂറായി നമ്മൾ പുരട്ടി വെച്ചേക്കണ കൂന്തലൂട്ടന്മാർ അപ്പുറത്തിരിപ്പുണ്ട്. ആ കൂന്തലൂട്ടന്മാരെടുക്കുക, ഓരോന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരു സ്പൂണ് വെച്ചിട്ട് നമ്മളുടെ മിക്സ് ചെയ്ത സംഭവങ്ങൾ അതിലേക്ക് നിറയ്ക്കുക. പക്ഷെ ഞാൻ തോറ്റുപോയി ഗൈസ്, കാരണം ഈ സ്പൂണ് കൊണ്ടുള്ള നിറപ്പ് അത്ര പരിചയം പോരാ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യണ പരിപാടിയാണ്. അതുകൊണ്ട് ഇടുമ്പോൾ താഴത്തോട്ട് പോവായിരുന്നു. പിന്നെ ഞാൻ ഈ എന്താ പറയുക, കുറേ ശ്രമിച്ച്, എനിക്കും വാശിയായി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, വാശി കളഞ്ഞിട്ട് സ്പൂൺ മാറ്റി കൈയും കൊണ്ട് തന്നെ നിറച്ച് വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കൈ തന്നെ ഉപയോഗിച്ച് ഞാൻ 6 കൂന്തലൂട്ടന്മാരെ നിറച്ച്, പിന്നെ നമ്മുടെ ടൂത്ത് സ്റ്റിക്കില്ലേ, മറ്റേ പല്ല് കുത്തി ആ ഒരു കൊമ്പ് പോലത്തെ സംഭവം, ആ കൊമ്പെടുത്ത് അതിങ്ങനെ കൂന്തലൂട്ടന്മാരെ അറ്റത്ത് കുത്തിക്കൊടുത്ത് അത് പുറത്ത് പോവാതിരിക്കാൻ. അതിനുശേഷം എനിക്കൊരു ഇഡ്ഡലിപ്പാത്രം ഉണ്ട്, ഒരു കുഞ്ഞ് ഇഡ്ഡലിപ്പാത്രം. ആ ഇഡ്ഡലിപ്പാത്രത്തിൽ ഞാൻ ഈ കൂന്തലൂട്ടന്മാരിങ്ങനെ വെച്ചിട്ട് ആവി കയറ്റി വേവണ വരെ ആവി കയറ്റി എടുത്തതിന് ശേഷം മുളക് പെരട്ടി വറുത്ത് പൊരിച്ച് എടുത്ത് ഞാൻ കഴിച്ചു. അതാണ് സംഭവം, അത്രേ ഉള്ളൂ. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. ഇതിനിടയ്ക്കൊരു വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്, കിട്ടിയില്ല. അപ്പോഴേക്ക് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി, സോറി, ക്ഷമിക്കുക. അയ്യോ. അപ്പം കൂന്തലൂട്ടന്മാർ ഇതാണ് അവസ്ഥ ലാസ്റ്റ്. ഓക്കെ, ബൈ.